അത് ഹൈക്കമാൻഡാ തീരുമാനിക്കേണ്ടത്, ഞാനല്ല തീരുമാനിക്കേണ്ടത് കേട്ടോ. പിന്നെ വ്യക്തിപരമായി നമുക്ക് അഭിപ്രായം ഉണ്ടാവും, അത് നിങ്ങളോട് പറയേണ്ടതല്ല, സ്വകാര്യം പറയേണ്ട കാര്യമാണ്. ഫലം വരുന്നതിന് മുമ്പ് ചർച്ച നടത്തിയിട്ട് കാര്യമില്ലല്ലോ. ഫലം വന്നിട്ട് മാത്രമല്ലേ ചർച്ച നടക്കുന്നതിന് എന്തെങ്കിലും ഗുണമുള്ളൂ. അത് ഹൈക്കമാൻഡാ തീരുമാനിക്കേണ്ടത്, ഞാനല്ല തീരുമാനിക്കേണ്ടത് കേട്ടോ. പിന്നെ വ്യക്തിപരമായി നമുക്ക് അഭിപ്രായം ഉണ്ടാവും, അത് നിങ്ങളോട് പറയേണ്ടതല്ല, സ്വകാര്യം പറയേണ്ട കാര്യമാണ്. ഫലം വരുന്നതിന് മുമ്പ് ചർച്ച നടത്തിയിട്ട് കാര്യമില്ലല്ലോ. ഫലം വന്നിട്ട് മാത്രമല്ലേ ചർച്ച നടക്കുന്നതിന് എന്തെങ്കിലും ഗുണമുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞു, വളരെ കൃത്യമായിട്ട് പറഞ്ഞു, സുധാകരൻ എന്താണ് പറഞ്ഞത്, സുധാകരൻ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന്. കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിലെ നിഷാദ് റാവുത്തർ നടത്തിയ KC വേണുഗോപാലിനെതിരെ നടത്തിയ പരാമർശത്തിനുള്ള ഒരു മറുപടി ആയിട്ടാണ് സുധാകരൻ ഫേസ്ബുക്ക് കുറിപ്പിട്ടത്. അതിനെ വക്രീകരിച്ച്, അതിനെ തോന്നും വിധമാക്കി, അതിനെ മുഖ്യമന്ത്രി ചർച്ചയാക്കി മാറ്റുകയാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ. ഇപ്പോൾ സുധാകരൻ വന്നിട്ട് ഇവരുടെ മുമ്പിലേ പറയുന്നു, മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ്, ഞാനല്ല. എൻ്റെ അഭിപ്രായം ഞാൻ ഹൈക്കമാൻഡിനോട് പറയും. അതിപ്പോൾ എല്ലാ നേതാക്കന്മാരും പറയും. എല്ലാ നേതാക്കന്മാരുടെ അഭിപ്രായം ഹൈക്കമാൻഡ് ആരായും? ഇതൊക്കെ ചോദിച്ചറിഞ്ഞിട്ടാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ ഈ പറയുന്ന ഒരു പ്രായമേറിയ ഒരു മനുഷ്യൻ, അത് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ എല്ലാമായിരുന്നു, ജീവനാടി തന്നെയായിരുന്നു കെ സുധാകരൻ. ആ കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. വളരെ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, DIC എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉടലെടുത്ത കാലഘട്ടത്തിൽ കണ്ണൂരിൻ്റെ ചില പ്രദേശങ്ങളിൽ ഉണ്ടായ ചില കാര്യങ്ങൾ, അന്നൊക്കെ സുധാകരൻ എടുത്ത നിലപാടും സുധാകരൻ പാർട്ടിക്കൊപ്പം നിന്നുകൊണ്ട് അന്ന് കോൺഗ്രസ് പ്രവർത്തകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എടുത്ത നിലപാടുകളൊക്കെ നമ്മൾ കണ്ടതാ. കാരണം അന്ന് DIC ഉണ്ടാക്കപ്പെടുന്നു, DICയുടെ ഭാഗമായ ചില കോൺഗ്രസ് പ്രവർത്തകർ ഈ പറയുന്ന CPM-ഉമായിട്ട് കൂട്ടുകൂടുന്നു. പുതിയ DIC, കോൺഗ്രസിൽ നിന്ന് മാറിയ ആളുകളാണ് DIC ഉണ്ടാക്കിയത്. അവർ പിന്നീട് കോൺഗ്രസുമായിട്ട് ചങ്ങാത്തം കൂടുന്നു, CPM-ഉമായിട്ട്. ആ CPM-ഉം ഈ DIC-യും കൂടിയിട്ട് കോൺഗ്രസിൽ നിലനിന്ന അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൂടെ നിന്ന പ്രവർത്തകർക്കെതിരെ വലിയ ആക്രമണങ്ങൾ അയച്ചുവിടുന്നു. ഇതൊക്കെ നടത്തുമ്പോഴൊക്കെ അന്ന് സുധാകരൻ കണ്ണൂരിൽ നടത്തിയ ചില പോരാട്ടങ്ങളുണ്ട്. അതിനെയൊന്നും മറച്ചു വെക്കാനോ മായ്ച്ചു കളയാനോ കഴിയില്ല. സുധാകരന് കണ്ണൂരിൽ ഉണ്ടാക്കിയ ഓളത്തെക്കുറിച്ചൊന്നും പറഞ്ഞ് പ്രതിഫലിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ അവിടെയും സുധാകരന് ശാരീരികമായ ചില പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും രാവിലെ തന്നെ മൈക്കും തൂക്കി ഇറങ്ങുക, സുധാകരൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ വക്രീകരിക്കുക, അതിനെ പല രീതിയിലേക്ക് മാറ്റുക. ഇപ്പോൾ സുധാകരൻ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വരുന്നതിന് മുമ്പ് സുധാകരനെ കുറിച്ച് വലിയ വാർത്തകൾ ഇവരുണ്ടാക്കി, അല്ലേ? സുധാകരൻ വിമതനായി മത്സരിക്കുമെന്നാക്കി. സുധാകരൻ മാത്രമല്ല, സുധാകരൻ്റെ കൂടെ മറ്റു 15 പേര് വിമതനായി മത്സരിക്കുമെന്നാക്കി. അതുമാത്രമല്ല, സുധാകരൻ BJP-യിലേക്ക് പോകുമെന്ന് വാർത്തകൾ ഉണ്ടാക്കി, തലക്കെട്ടുകൾ ഉണ്ടാക്കി. വൈകുന്നേരം 7:30 മണിയായപ്പോൾ എല്ലാം തകർന്നടിഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, വളരെ കൃത്യമായിട്ട് UDF-നെയും കോൺഗ്രസിനെയും ഏത് രീതിയിൽ വേട്ടയാടാൻ ഇവർ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശ്രമങ്ങൾ നടത്തിയോ, അതേ ആളുകൾ ഇപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു വലിയ വിജയം UDF-ന് കൈവരിക്കുമെന്ന് ഉറപ്പിച്ച ആളുകൾ മറ്റൊരു രീതിയിലുള്ള വേട്ടയാടലുകൾക്ക് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇതിന് ഈ പറയുന്ന ഈ കൂട്ടിക്കൊടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി മാറിക്കൊണ്ടിരിക്കുന്ന ചില ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, എന്തൊക്കെയാണെങ്കിലും അങ്ങനെ അങ്ങ് വിട്ടുതരാൻ ഒരുക്കമല്ല എന്നുള്ളതാണ്. പ്രതിരോധിക്കേണ്ടതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ഇന്നലെ സുധാകരൻ ഇട്ട പോസ്റ്റ് എന്താണ് എന്ന് സുധാകരൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ആ പോസ്റ്റ് എന്നെടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടും വളരെ വ്യക്തമായിട്ടും അത് പച്ച മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏതൊരുത്തിനും മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ അതിന് കേരളത്തിലെ മാപ്രകളുടെ വക ഒരു പ്രത്യേകം ഒരു വിശകലനം, ഒരു വിശദീകരണം, ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ നൽകി അതിനിങ്ങനെ വക്രീകരിച്ചു കൊണ്ടേയിരിക്കുക. ഇപ്പം സുധാകരൻ എന്താ പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ? എന്താ പറയുന്നത്? അത് തീരുമാനിക്കുന്ന ഹൈക്കമാൻഡാ. അത്തരം ചർച്ചകൾക്ക് സമയമായിട്ടില്ല. ഫലം വന്നു കഴിയുമ്പോഴാണ് അത്തരം ചർച്ചകളിലേക്ക് കിടക്കുന്നത്. അതല്ലെങ്കിലും ഈ പാർട്ടിക്കുള്ളിലോ അല്ലെങ്കിൽ മുന്നണിക്കുള്ളിലോ അത്തരം ഒരു ചർച്ചകളും എവിടെയും നടക്കുന്നില്ല. ഈ ചർച്ചകൾ മാധ്യമങ്ങളിൽ മാത്രമാണ് ഈ ചർച്ച. ഇവര് സ്വയമേ അങ്ങ് ചർച്ചകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കോൺഗ്രസുമായിട്ടോ UDF-ഉമായിട്ടോ ബന്ധമില്ലാത്ത
കുറെ ഉണ്ണാക്കന്മാര്, രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ എന്നൊക്കെ പറയുന്ന കുറെ ഉണ്ണാക്കന്മാരെ വിളിച്ചു വരുത്തിയിട്ട് ഇവർക്ക് തോന്നുന്ന രീതിയിലുള്ള ചർച്ചകളും അജണ്ടകളും ഇങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതിൽ നിങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, സുധാകരൻ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ നേതാവാ. അയാൾക്ക് പ്രായത്തിൻ്റെതായ ചില അവശതകളും ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, അത് ശരി തന്നെ. പക്ഷേ കൂടെ നിൽക്കുന്ന പ്രവർത്തകർക്ക് അതൊന്നുമില്ല. അതുകൊണ്ട് വല്ലാതെ കൊത്തി മുറത്തിൽ കയറി കൊത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താക്കും, അണമൊട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറയുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ വലിയ പ്രതികരണങ്ങൾ നിങ്ങൾ കാണേണ്ടി വരും, ചില കൈകാര്യം ചെയ്യലുകൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് മാധ്യമങ്ങളോട് പറയാനുള്ളത്. മനസ്സിലായില്ലേ? വളരെ കൃത്യമായിട്ട് ഇതിപ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ചർച്ച അവിടെ നടക്കുന്നേ, അത് തീരുമാനിച്ചിട്ട് ഇന്നാൾ മുഖ്യമന്ത്രി എന്നുള്ളത് നിങ്ങളോട് പറയും. നിങ്ങൾ എന്തിനാ ഇത്ര ഈ തോക്കിൽ കയറി വെടിപൊട്ടിക്കുന്നത്? എന്തിനാ? അതിൻ്റെ ആവശ്യമില്ല. അതിന് മാധ്യമങ്ങൾ അങ്ങനെ ഒരു ഉത്തരവാദിത്വം മാധ്യമങ്ങളെ ആരും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഈ തോക്കിൽ കയറി വെടിപൊട്ടിക്കേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ല. കോൺഗ്രസ് ചർച്ച നടത്തിയാലും ഇല്ലെങ്കിലും തീരുമാനിച്ച് കഴിയുമ്പോൾ നിങ്ങളോട് പറയും ആരാണ് മുഖ്യമന്ത്രി, ആരാണ് എന്തൊക്കെ എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ പറയുന്നത് കെ സുധാകരനെ എന്നങ്ങ് വിട്ടുപിടി. കേരളത്തിലെ മാധ്യമങ്ങൾ സുധാകരൻ്റെ നെഞ്ചത്ത് കയറിയിട്ട് ഉണ്ടാക്കാനായിട്ട് ആരും ഇറങ്ങിത്തിരിക്കണ്ട, അത്രേ പറയുന്നുള്ളൂ. സുധാകരന് അദ്ദേഹത്തിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെതായ ചില പ്രശ്നങ്ങൾ, പ്രായത്തിൻ്റെതായ ശാരീരിക പ്രശ്നങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അദ്ദേഹം അതിനു വേണ്ടിയുള്ള എന്നിട്ടും ഊർജ്ജസ്വലനായി നിൽക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കയറിയിട്ട് എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അത് വേണ്ട. പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരുടെ നെഞ്ചത്ത് കയറിയിട്ടുള്ള ഈ കളികൾ മാധ്യമങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അതിനപ്പുറം അതിനെ പിന്നെയും ഉണ്ടാക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ കരുതുന്നുണ്ടെങ്കിൽ, സംഭവം നിങ്ങളുടെ കയ്യിൽ മൈക്കും ക്യാമറയും കഴുത്തിൽ ടാഗും ഒക്കെ ഉണ്ടാവുമായിരിക്കും. മനസ്സിലായില്ലേ? പക്ഷേ നിങ്ങളുടേതാണെങ്കിലും മറ്റേത് മനുഷ്യൻ്റെ ആണെങ്കിലും ശരീരത്തിൽ ഓടുന്നത് ചോരയാണ്. ഒന്ന് തട്ടിയാൽ പൊട്ടി ചോര ഒലിക്കും എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ ഇത് ഭീഷണിയൊന്നുമല്ല കേട്ടോ. നിങ്ങളും സാധാരണ മനുഷ്യന്മാരാണ്. ബയോളജിക്കലി നിങ്ങൾക്കും പ്രത്യേക ഒന്നുമില്ല, എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് നിങ്ങൾക്കും ഉള്ളത് എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ കുത്തിത്തിരിപ്പുമായിട്ട് ഇറങ്ങുമ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് വന്നാൽ മതി, ഞാൻ കുത്തിത്തിരിപ്പിനാണ് പോകുന്നത്, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയാവും എന്ന് പറയാൻ കഴിയില്ല എന്ന് വീട്ടിലൊന്ന് സൂചിപ്പിച്ചിട്ട് ഇറങ്ങിയാൽ മതി എന്നുള്ളതാണ് പറയാനുള്ളത്. അതല്ല നേരെ പോവുകയാണെങ്കിൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. കുത്തിത്തിരിപ്പുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലൊന്ന് പറഞ്ഞു വെക്കുക, ഞാൻ കുത്തിത്തിരിപ്പുമായിട്ടാണ് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞു വെച്ചിട്ട് മാത്രം വരിക. കാരണം വൈകുന്നേരം അപ്പോൾ കൂടുതൽ പറയുന്നില്ല. സുധാകരനെ ഉണ്ടാക്കി അല്ലെങ്കിൽ കോൺഗ്രസിനെ ഉണ്ടാക്കി UDFൻ്റെ ഇടയിൽ കോലിട്ട് തിരിച്ച് എന്തെങ്കിലുമൊക്കെ അങ്ങ് ഒലത്തിക്കളയാമെന്ന് ഏതെങ്കിലും മാപ്രമോന് കരുതുന്നുണ്ടെങ്കിൽ അത് നല്ലതിനല്ല എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ, അത് മാത്രമേ പറയുന്നുമുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പാർട്ടിയിൽ ഒന്നിലധികം അല്ല, രണ്ടിലധികം അതുമല്ല, മൂന്നിലധികം അതുമല്ല, ഒരുപാട് ആളുകൾ ഈ മുഖ്യമന്ത്രി കസേര എന്ന് മാത്രമല്ല പാർട്ടിയെ നയിക്കാൻ, മുന്നണിയെ നയിക്കാൻ, സർക്കാരിനെ നയിക്കാൻ ഒക്കെ കെൽപ്പുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവിടെ ചർച്ചകളുണ്ടാകും. പിന്നെ ഈ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ജനാധിപത്യ മാനമുള്ള ഒരു പാർട്ടിയാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചർച്ചകളുണ്ടാകും, പല അഭിപ്രായങ്ങളുണ്ടാവും, ഇതൊക്കെ ഏകീകരിക്കപ്പെടും. അതിലൊന്നും ഒരു തർക്കം ആർക്കും വേണ്ട. അപ്പോൾ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ആരാണ് എന്നുള്ളത് വളരെ കൃത്യമായി അന്ന് നിങ്ങൾ ചോദിക്കാൻ വന്നില്ലെങ്കിലും കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങളോടാണ്, അന്ന് നിങ്ങൾ ചോദിക്കാൻ വന്നില്ലെങ്കിലും നിങ്ങളെ വിളിച്ച് നിങ്ങളോട് പറയുന്നതായിരിക്കും. ആ കാര്യത്തിലൊന്നും ആർക്കും ഒരു തർക്കവും വേണ്ട. പിന്നെ അങ്ങനെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടാവില്ല. അതൊക്കെ വളരെ കൃത്യമായിട്ട് വളരെ സുഗമമായിട്ട് ആ കാര്യങ്ങളിലൊക്കെ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഈ നേതാക്കന്മാരുടെ നെഞ്ചത്ത് കയറിയിട്ടുള്ള നിങ്ങളുടെ അജണ്ടകൾക്കനുസരിച്ചുള്ള ഈ ഏർപ്പാട്, ഈ കുത്തിത്തിരിപ്പ് അത് വേണ്ട,
അത് വേണ്ട, അത് വേണ്ട, അത്രേ പറയുന്നുള്ളൂ. മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം. ഇനി കൊണ്ടേ പഠിക്കൂ എന്നാണെങ്കിൽ പഠിപ്പിക്കാനും അറിയാം എന്ന് മാത്രം പറയുന്നു. അവസാനിപ്പിക്കുക.